നമുക്ക് കോട്ട സാരിയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 5 കളേഴ്സാണ് വന്നിരിക്കുന്നത്. 1580 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പീസസ് നമുക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന പീസസാണ്. ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ്. പേസ്റ്റൽ ഗ്രീൻ ടോൺ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ സാരീസിൽ വരുമ്പോൾ ഫസ്റ്റ് കുത്തുന്ന ഭാഗം എംറ്റി അങ്ങനെയല്ല. ഇത് ഫുൾ ബോഡി ഇങ്ങനെ തന്നെ എംബ്രോയിഡറി വർക്കാണ്. നല്ല കംഫർട്ടബിളാണ് ഉടുക്കാൻ. ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ കണ്ടുകൊടുത്തിരിക്കുമ്പോൾ തന്നെ നല്ല ഒതുങ്ങി കിടക്കും. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ഈ സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിനൊരു പ്ലെയിൻ ബ്ലൗസാണ് വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വെയർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഹക്കോബയിലൊക്കെ വരുന്ന ബ്ലൗസ് വെയർ ചെയ്താലും ഇതിന് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് വൈറ്റ് ഹക്കോബ 2 ടൈപ്പിലുള്ള ഡിസൈൻ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മളത് പിക്ചർ അയച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇത്. പിന്നെ ഇതിൻ്റെ ബോർഡർ എല്ലാം ഒരു ക്രോഷ്യോ ലേസ് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയും, ഉടുക്കാനും നല്ല സുഖം. കോട്ട മെറ്റീരിയലാണ് വരുന്നത്. സ്റ്റാർച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഡെയിലി യൂസ് ചെയ്യുന്നവർക്കും നല്ല സാരിയാണ് കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ചെറിയ സ്റ്റിഫ്നെസ്സൊക്കെ അങ്ങനെ വേണം എന്നുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് ചെയ്താലും അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് കളർ ഈ പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ്. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതേപോലെ ഒരു ഡസ്റ്റി പിങ്ക് ടോൺ. ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. 1580 ആണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ യൂണിഫോം ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ നമുക്കിത് അവൈലബിൾ ആക്കാവുന്നതേ ഉള്ളൂ. ബ്ലൗസ് വരുമ്പോൾ ഈ സെയിം ഈ റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് കേട്ടോ. മുന്താണിയും ബ്ലൗസും ഒന്നും ഡിഫറൻസ് ഇല്ല, സെയിം തന്നെയാണ്. 1580. നല്ല ഒതുങ്ങിയിരിക്കും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയലല്ല. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. എല്ലാം സെയിമാണ്. മുന്താണിയും എല്ലാം സെയിം തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും എടുത്ത് കാണിക്കാനില്ല. കളറ് മാത്രം ഒന്ന് കാണിച്ചാൽ മതി. കറക്റ്റ് കളറാണോ? നല്ല രസമുള്ളൊരു ബ്ലൂ ആട്ടോ ഇത്. ഇങ്ങനെ എപ്പോഴും നമുക്ക് വരുന്ന ഒരു കളറല്ല. അടുത്ത് വരുന്ന അതിൻ്റെ ലാവൻഡർ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഡാർക്ക് പേർപ്പിൾ. 5 കളറാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് പേർപ്പിൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ
കോട്ട മെറ്റീരിയലിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.